Okay, sir. Hello? Makrugod, come. Let's take our car. Let's take our car and Let's go. yeah. Yes. As we planned, we'll be patrolling around the city here today. Okay? So, radio 2 connect ചെയ്യ്. നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. Okay? Hello, macro reporting. Yeah. Hello? Hello. Yeah. Pipin, Yeah. Okay. Okay, what's the current situation here? Nothing. Okay. Everything under control? Yeah, everything is under control. Okay, It's Macro. safe. Yeah, Macro. We can continue our work. Okay. Actually, we are in something. ഏതാ ഇംഗ്ലീഷ്? അത്രേ ഉള്ളൂ. കുറച്ച് വിലക്ക് വേണ്ടേ? എനിക്കൂടെ ഡിക്ഷണറി ഞാനും പറയണ്ടായിരുന്നു. അത് ഇന്ന് രാത്രി കാണാണ്ടിരുന്ന് പഠിച്ചാണ് സാധനം. കോപ്പ് ഞാൻ ഇന്നലെ എംബോസിയിൽ എഴുതിട്ട് മറന്നുപോയി. കുറച്ച് വിലക്ക് വേണ്ട. ഇംഗ്ലീഷിൽ ഒരു വില ഉണ്ടാവുക. But I know everything. The Pillagin is out of courage. Normal come. Okay, see you. Okay. Good night. Okay, all perfect. Okay. Macro God, come. Let's do our work. Okay. ഹലോ, നമുക്കൊരു ലൈസൻസ് വേണമായിരുന്നു. ലൈസൻസ് ഒന്നും കൊടുക്കുന്നില്ല. പോയിട്ട് നാളെ വരും. ഇത് എന്തത് എന്നും വരുമ്പോ നാളെ വരും ഇത് എന്നാലും തരുമോ? എന്റെ ഉണ്ടല്ലോ സാർ കണ്ടിട്ട് ഞാൻ തരാം. ഗൺഷോട്ട് റിപ്പോർട്ട്. അപ്പൊ ശരി, ടാറ്റാ. സാറിന് ലൈസൻസ് വേണം പറഞ്ഞു. വേണം. ഓക്കെ. സോ സാറിന് ഫസ്റ്റ് ഞാൻ സെർച്ച് ചെയ്യണേ, കാരണം ലൈസൻസ് കിട്ടണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഫുൾ ഡീസന്റ് ആയിരിക്കണം എന്നുണ്ട്. സോ ഡയറക്റ്റ് ഫയർ. അത് സാറേ ഇതെന്താ സാറേ 3G ജോയിന്റ് ഒക്കെ സാറേ? അത് ആയുർവേദിക് ഷോപ്പിൽ നിന്ന് തന്നെ. ഇത് ഇല്ലീഗലാണ് സാറേ. സോ സാറേ സസ്പെക്ടഡ് ഒരാളെ പിടിച്ചിട്ടുണ്ട്. ഇല്ലീഗൽ വെപ്പൺസ് എല്ലാം എന്ത് ചെയ്യണം സാറേ? ഓടി പോയിരിക്കാനാണ്, സേഫ്റ്റിക്കാണ്, വേറൊന്നുമല്ല. ഇല്ല. ഇല്ലീഗൽ വെപ്പൺസ് പിടിച്ചതിലേക്ക് താങ്കൾ ഇല്ലീഗൽ ഒബ്ജക്ട്സ് മാൻ. സാറേ അലുമിനിയം, സ്റ്റീൽ, കോപ്പർ ഇതൊക്കെ ഇല്ലീഗലാണ് സാറേ. No, craft items ആണ്. ഓക്കെ. 3G ജോയിന്റോ? Illegal. ഓക്കെ സാറേ, അത് കിട്ടിയ ഒരാൾ എന്ത് ചെയ്യണം? Confiscate. ഓക്കെ. സാറ് പറഞ്ഞ് അന്നങ്ങട് പോലീസിൽ വെച്ച് ജയിലിടാൻ. 3G ജോയിന്റ് ഇറ്റ്സ് ഇല്ലീഗൽ. നോ മോർ ക്വസ്റ്റ്യൻസ്. യു ആർ അണ്ടർ അറസ്റ്റ്. എന്തൊരു കഷ്ടം. 2000 രൂപ ഫൈൻ അല്ലെങ്കിൽ 5 മാസം തടവ്. എന്ത് വേണം? 2000 രൂപ ഫൈൻ അല്ലെങ്കിൽ 5 മാസം തടവ്. മറ്റേ ആക്രിക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന 3G ആയുർവേദിക് 2000 രൂപ കഴിഞ്ഞാൽ ലൈസ് എടുക്കാൻ വന്ന എന്നെ ഇങ്ങനെ ഇതാക്കരുത് കേട്ടോ. അങ്ങനല്ലേ ഫൈൻ. ഇവിടെ സ്പോട്ട് ഓൺ ഫൈൻ. കൈക്കൂലി. അയ്യേ കൈക്കൂലി. ഓക്കെ, ഇന്ന് ഞാൻ ജയിലിൽ കൊണ്ടുപോകാം. ഓക്കെ, നോ വറീസ്. ഒബ്ജക്ട്സ് കഫ്. ഓക്കെ സാറ് എവിടെ കൊണ്ടുവന്ന്? 5 മാസം തടവ്. ജയിലിൽ പോയിട്ട് അടുപ്പും തുടച്ചു വൃത്തിയാക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സംഭവം. എന്തൊരു സ്വഭാവം സാറേ. നമ്മളൊരു ലൈഫ് എടുക്കാൻ വന്നപ്പോ നമുക്ക് ഇങ്ങനെ തരണ്ടായിരുന്നു. 2000 rupees സ്പോർട്ട് ഫൈൻ അല്ലെങ്കിൽ 2000 രൂപ. എനിക്ക് ലൈസൻസ് തരുമോ തോക്കിന്? ലൈസൻസ് നാളെ ഒന്ന് കിട്ടും. പക്ഷെ ഇത് അതിന്റെ അല്ല. ഇത് ഇപ്പോ 3G ജോയിന്റ് സാറിനെ പിടിച്ചിട്ടുണ്ട്. ബൈ ദ ബൈ, ഞാൻ ആ 3G ജോയിന്റ് ഞാൻ എടുത്തിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ തരാം, പൈസ തരാം. അതങ്ങോട്ട് വെച്ചേരെ. സാറിന്റെ പേരെന്താ സാർ? ഓക്കെ, സോ പൈസ ഒരു ഏതൊരു കള്ള സാറായത്. give cash. സാറിനെ ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നത് കൈക്കൂലി വാങ്ങുന്ന. Hello. Yes. സാറേ ഹലോ സാറന്മാരെ ജയിൽ ടൈം കൊടുക്കുമ്പോ ഒരു ഹെഡ്സപ്പ് തരണേ. ഇയാളാരാ?
ഈ ഐ ഡി കാർഡ് എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? എനിക്ക് അറിയില്ല. 2 നെക്ക് അല്ല അപ്പൊ ടോക്ക് വന്നു. അല്ല F1 നെക്കിയോ വീല് വന്നോ അതിനകത്ത് പോലീസിന്റെ ഓപ്ഷൻ വരൂ. അയ്യോ സാറന്മാർക്ക് ഞാൻ പഠിപ്പിച്ചായിരുന്നു. അതിന്റെ അകത്ത് സെർച്ച് ഉണ്ടാവും. അയ്യോ പോലീസിനെ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു. അതെ സെർച്ച് ചെയ്തോ സാറേ, ധൈര്യമായിട്ട് സെർച്ച് ചെയ്തോ. ഓക്കെ, സാറിന്റെ കയ്യിലുള്ള അഡ്വാൻസ് ലോക്ക് പിക്ക് അത് ഇല്ലീഗലാണ്. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല സാറേ. ആണോ? എന്നാ എടുക്കണേ. പിന്നെ പൊറോട്ട എനിക്ക് കൊതിയാവുന്നു. ഈ ബോട്ടിലാ സാറേ പൊറോട്ട അതല്ല, പൊറോട്ട കൊടുക്കട്ടെ. മാക്രോഗോഡ് ബോട്ടിൽ ആസിഡ് എടുത്തില്ലേ? എടുത്തു. സോ നമുക്കൊരു ഫൈൻ കൊടുക്കണം. ബോട്ടിൽ ആസിഡ് ഉള്ളതിന് ഫൈൻ കൊടുക്കണം. 2000 ആണ് ബോട്ടിൽ ആസിഡ്. സാറേ 7 ബോട്ടിൽ ആസിഡ് 5000. സാറ് ഒരെണ്ണത്തിനാണ് 2000. അപ്പൊ അങ്ങനെയൊന്നുമില്ല സാറേ. അങ്ങനെയൊന്നുമില്ല സാറേ. തൽക്കാലം ഞാന് ഒരു 15,000 ആക്കാല്ലേ? എന്റെ പൊന്ന് സാറേ, 10,000. ഇതൊന്നും സാറിന് കിട്ടത്തില്ല. സാറിന് കിട്ടില്ല. നേരെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാ പോണേ. ഇതാണ് സാറേ. അതാണ് പറഞ്ഞത്. ടോട്ടല് 35,000 സാറിന്റെ കയ്യിൽ ഞാൻ തരാം. അല്ലെങ്കിൽ ഒരു സാധനം പറയാം, നമുക്കൊരു ഡീൽ ആക്കാം. ഒരു 10,000-ലാണെങ്കിൽ 5,000 മാക്രോഗോഡിന് എനിക്ക് 5,000 ആണല്ലേ? ഗിവ് ക്യാഷ് ഐഡി അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം തിരിച്ചു തരുമോ സാധനം? തിരിച്ചിട്ടു വേണമെങ്കിൽ അഡ്വാൻസ് വന്നില്ലല്ലോ. ആദ്യം ക്യാഷ് അയക്ക്, ഇന്നലെ തിരിച്ചു ക്യാഷ്. ഓക്കെ, അയക്കാലോ സാറേ. 5,000 വേഗം തരാം. വേറെ പോലീസുകാർ ഒരു കഴിഞ്ഞ പിന്നെ എന്താ സാറേ ഇവിടെ ഒരു ഫൈൻ കൊടുത്തോണ്ടിരിക്കുക കിട്ടി. വെറുതെ അല്ല, എന്റെ കാശില്ല. നീ വെയിറ്റ് ചെയ്യ്, ബാങ്കിൽ പോയി എടുക്കണം. ആണോ സാർ? എന്നാ ബാങ്കിൽ പോയി വന്നിട്ട് സാധനം കൊടുത്താൽ മതി സാറേ. ഇങ്ങ വന്നേ ഒന്ന് മാറി നിക്ക്. ഹൗസ് റോബറി. എവിടെ റോബറി കഴിഞ്ഞോ? ട്രെയിൻ ആയതുകൊണ്ട് ഷിബു സാറിന്റെ ഒപ്പം ഒരു ഓഫീസറിനെ ട്രെയിനിൽ കൂടി കൊണ്ടുപോയിക്കോ. പക്ഷെ ഒരാളെ എൻഗേജ് ചെയ്യാൻ പാടുള്ളൂ. ലൊക്കേഷൻ 10-4. സാർ ഒരു അത്യാവശ്യമായിട്ട് ജയിലിൽ ലീജൻ സ്ക്വയർ മുന്നിൽ വാ. ലീജൻ ഓക്കെ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് പ്ലാന് പറഞ്ഞുതരാം. അടുത്ത ഏര നമ്മുടെ ബെല്ലയാണ്. സംഭവം എന്താ അറിയോ? ബെല്ലെ വിളിച്ചിരിക്കുന്നത്. അതായത് ഞാൻ കാറിലാണ് വിളിച്ചിരിക്കണേ. എന്താ ഞാൻ കേൾക്കുന്നില്ല ടിൻഡു? റോബറി കഴിഞ്ഞിട്ട് ജയിലിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. രക്ഷിക്കാൻ വരുമോ? നമ്മളവിടെ പോകുന്നു, സെർച്ച് ചെയ്യുന്നു, എല്ലാം അടിച്ചു മാറ്റുന്നു. ഓക്കെ, മുങ്ങുന്നു. അത്രേ സിമ്പിൾ. ഓക്കെ. എടാ ഇവര് റോബറി കഴിഞ്ഞ് ജയിൽവാസം ഇവര് റോബറി കഴിഞ്ഞ് ജയിൽവാസം അതല്ല ഇവര് റോബറി കഴിഞ്ഞ് ജയിൽവാസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇവരത്തെ ഒന്നും ഉണ്ടാവില്ല. വേണ്ട നോക്കട്ടെ എന്താ പറയണ നോക്കട്ടെ. അത് റോസിയാണ്. ഹലോ
നിങ്ങളെവിടെ? ഞാൻ ഹൈവേയുടെ അപ്പുറത്തൊരു അതിന്റെ മതിലില് ഒളിച്ചിരിക്കുകയാണ്. ആണോ? ഞങ്ങള് പോലീസ് വണ്ടി അടിച്ചു മാറ്റിട്ടാണ് വരുന്നത്. എവിടെ? ഞാനോ? അത് നിങ്ങളായിരുന്നു അവിടെ വന്നേ. ആ എവിടെ നിങ്ങള്? ഞാൻ ഹൈവേയില് കണ്ട തലയുണ്ടോ എന്റെ വെള്ളത്തല? എവിടെ എവിടെ? അവിടെ വെള്ളത്തല കാണുന്നുണ്ടോ ടിന്റു? ഇല്ല. എന്താണ്ടോ നേരെ പുറകില് വണ്ടിയുടെ നേരെ പുറകില്. ആണോ? വണ്ടിയുടെ നേരെ പുറകില്. ആ നേരെ റൈറ്റ് സൈഡ്. ആണോ? എവിടെ? ആ കണ്ടു. ഞാൻ വണ്ടി സൈഡ് അതിനെ വരട്ടെ. എവിടെ? അവിടെ അപ്പുറത്തന്നെ. എവിടെ? ഈ എവിടെ? എവിടെ? ബെല്ല എവിടെയാ? ടേസി ബെല്ല നിക്കൂ അല്ലെങ്കിൽ ഞങ്ങൾ ഷൂട്ട് ഔട്ട് ചെയ്യുന്നതാണ്. നിക്കൂ, ഇല്ലെങ്കിൽ ഹെഡ് ഷോട്ട് പട്ടാസ് ഹെഡ് ഷോട്ട്. അടിച്ചു പോയെന്നാണ്. അല്ലെങ്കിൽ ഗണ്ണ യൂസ്. എന്താ സാറേ? അല്ല പുള്ളി എന്താ സാറേ? പുള്ളി എന്റെ മറ്റേ മുമ്പിലാ ചാടിയത്. അത് ഞാൻ ചോദിച്ചത്. സാറാരാ? എന്റെ പേര് ഡെറിക്കെന്നാണ്. ആ പുള്ളിനെ കണ്ടോ? ഇല്ല, ആ പുള്ളിയാണ് ഇപ്പഴാണ് ഓടിപ്പോയല്ലോ അങ്ങോട്ട്. സാർ ഇവനെ സെർച്ച് ചെയ്തു. സാറിന് സസ്പീഷ്യസ്. സാറേ ഈ ഡെലിവറി മോനോ? അത് പൊറോട്ടയാ സാറേ. അത് പൊറോട്ടയാ. സാറ് ഇപ്പൊ എടുത്ത സാധനം പൊറോട്ടയാ. സാറേ ഈ ഡെലിവറി മോൻ പറഞ്ഞ സാധനം കണ്ടോ? അതെന്താ സംഭവം? ഇല്ലീഗലാണോ? നോക്കട്ടെ. ഡെലിവറി മോൻ അത് എന്തോ ഒരു ഇതാ സംഭവമാണ്. ഡെലിവറി മണിയാണ്. മണിയാണോ? ഇല്ലീഗലാണോ? അതോ ഇല്ലീഗലാണ് സാറേ. ഇല്ലീഗലാ? ഇല്ലീഗലാ. അയ്യോ, ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. എനിക്ക് മനസ്സിലായി. സോ ആ ഡെലിവറി പണി എടുക്കാണ്. പിന്നെ ലോക്ക് പിക്ക് സെറ്റ് ഇല്ലീഗലാണ് സാറേ. അയ്യോ, അതും എടുക്കാണ്. പിന്നെ മാക്രുഗോട്ട് മെയിൻ ഓഫീസർ പറഞ്ഞ ഈ രണ്ട് സാധനങ്ങൾ. ഈ മെയിൻ എത്ര 25,000 അല്ലേ ഫൈന് പറഞ്ഞ മാക്രുഗോട്ട്? സാറേ ഒരു 25,000 ഫൈന് തരുന്നുണ്ട്. സാറേ 25,000 വേണോ അതോ പൊറോട്ട വേണോ? പൊറോട്ടയാണ് മെയിൻ. പൊറോട്ടക്കൊക്കെ ഭയങ്കര വിലയാ സാറേ. ഹലോ, ഞാനൊരു ഫൈൻ തരട്ടെ. അയ്യോ, ഓക്കെ. ഒരു 25,000 ആണ് തരുന്നത്. സാറ് ഇപ്പൊ അടക്കില്ലേ? ഇപ്പം അടയ്ക്കാം, അല്ലെങ്കിൽ പിന്നെ അടയ്ക്കാം. ഇല്ല, ഇപ്പൊ അടക്കണം. ഇപ്പൊ അടച്ചാലേ പോയിന്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇപ്പോ ഇത് അടക്കാണെങ്കിൽ ഇപ്പൊ നേരെ ഇതിലേക്ക് പോകണം. പിന്നെ ടാക്സ് വരും, പിന്നെ അതിന്റെ ഇഷ്യൂസും ബ്ലാക്ക് ലിസ്റ്റിലാവും സാറ്. എത്രയും ക്യാഷ് ഉണ്ടോന്ന് അറിയത്തില്ല. എത്രയുള്ളത് നോക്കട്ടെ. അയ്യോ, ഇപ്പൊ ഒരു 11 ഉള്ളല്ലോ. ആണോ? കുഴപ്പമില്ല. ഒരു 5,000 അല്ലെങ്കിൽ ഒരു ID ക്യാഷ് ആയിരിക്കും. നമുക്ക് ഞങ്ങൾ ഡയറക്റ്റ് പോയിട്ട് അടച്ചോളാം. PD പോയിട്ട്. അല്ല, അങ്ങനല്ല, ഒരാളിലേക്ക് അയച്ചാൽ മതി. ഞങ്ങൾ അല്ല, എന്റെ ഇപ്പം 11 ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞേ. ആണോ? സാറിന് 11 ഉള്ളൂ? വെയിറ്റ് സാർ നോക്കാം. എന്നാ ചെക്ക് സാറേ. പക്ഷെ എന്റെ പൊറോട്ട മറക്കല്ലേ കേട്ടോ. വെയിറ്റ് ചെയ്യാം സാറേ.
11,141 എടുത്തിട്ടുണ്ട്. ഓക്കെ, അയ്യോ മാക്രൂഡ് ആ പൊറോട്ട എടുത്തോ. ആക്ച്വലി ആ ക്യാഷ് എനിക്ക് വഴി നിന്നങ്ങാണ്ട് കിട്ടിയതാണ്. ഞാനത് ബാങ്കിൽ കൊണ്ട് കൊടുക്കാൻ പോയത്. ആണോ? അത് കുഴപ്പമില്ല. അത് ഞങ്ങൾ പി ഡിയിൽ കൊടുത്തോ. ഞങ്ങൾ സേഫ് ആയിട്ട് ഇത് പി ഡി കൊണ്ടുപോയിട്ട് സാറിനിപ്പോ ബാങ്കിൽ പോകണം, ക്യാഷ് എടുക്കണം, വീണ്ടും വിഡ്രോ ചെയ്യണം. ഞങ്ങൾ ഡയറക്റ്റ് പോയി അടക്കും അവിടെ പോയി. ഇതിപ്പം ഞാൻ ഇവിടെ വന്ന് എന്താ സംഭവം എന്ന് അന്വേഷിക്കാൻ വന്നിട്ട് എനിക്കാണല്ലോ പണി കിട്ടിയത്. സാറേ ഇങ്ങനത്തെ ഇല്ലീഗൽ ഐറ്റംസ് കൊണ്ടുവരും, നല്ല ഫൈനാണ്. അത് എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ പറഞ്ഞില്ല എനിക്കത്. ഹലോ ഹലോ, എന്താണ് അത് മനസ്സിലായി, കാശ് അടിച്ചു പറ്റി. കൈക്കൂലി വന്നു കഴിഞ്ഞാൽ കൈക്കൂലി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡീൽ. ഓഫീസർ സൂത്രൻ റിപ്പോർട്ടിംഗ്. വാസ്കോ സർ എവിടെ ഞങ്ങള് കണ്ടുവന്നല്ലേ പറഞ്ഞു. എന്നാ ഞങ്ങളടുത്ത് ഉറപ്പ്. കൈക്കൂലി ഉണ്ടെങ്കിൽ നോ വറീസ്. വാസ്കോ സാറ് ഉറപ്പ്. അത് കൈക്കൂലി വാങ്ങിയതാ, ഒരു ഫൈൻ കൊടുത്ത. വേഗം പോണം, സമയമില്ല. അന്ന ജയിലിൽ കൊടുത്തിട്ട് ഞാനുണ്ട്, പിന്നെ മാക്രൂഡ് ഉണ്ട്. അത് മാക്രൂഡ് ടിൻഡു ആണ്, മനസ്സിലായില്ലേ? ഇല്ല അന്ന ജയിലിൽ കൊണ്ടായിട്ട് എനിക്കൊന്നുമില്ല, മനസ്സിലായില്ലേ? ക്യാഷ് ഉണ്ടോ? ഞങ്ങൾ മാക്രൂഡ് ഇല്ല ടേസ്റ്റില്ല, നമ്മള് ഡീലിൽ എത്തിയതാണ്. ഓക്കെ ചേച്ചി വാ പറഞ്ഞിട്ടുണ്ട് മാക്രൂഡോട് പറഞ്ഞിട്ടുണ്ട്. ഇല്ല പിടിക്കില്ല, നോ വറീസ്. വേണ്ട നമ്മള് കൈക്കൂലി തരാന്ന് പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞു. എന്തൊക്കെ കയ്യിലുള്ള നോക്കണേ ആൾക്കാര്. നൈഫ് കുത്തിക്കൊല്ലാനാണോ? ബാൻഡേജ് വേണ്ട, ബാൻഡേജ് എടുക്കണേ. ബാൻഡേജ് ഓക്കെ. ഇപ്പൊ ഓടരുത്, ഓടിക്കഴിഞ്ഞാ ബാൻഡേജ് വേണോ? ബാൻഡേജ് തിരിച്ചു തരും. സിഗരറ്റ് എടുത്തോ? ആരെടുത്ത്? എല്ലാം എടുക്കല്ലേ. അത് തിരിച്ചു തരും. ഓക്കെ വിടല്ലേ. ആ സാറേ ബെല്ല എങ്ങ പോന്ന്? നമ്മള് ഡീലെത്തണം. നമ്മള് ഒരു 20,000 എന്റെ അക്കൗണ്ടിലേക്കും 20,000 ഇവളുടെ അക്കൗണ്ടിലേക്കും. അപ്പൊ തിരിച്ച് സിഗരറ്റും എല്ലാം തിരിച്ചു വരുന്നതാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ നേരെ ജയിലിൽ പോകും. ഒറ്റ ടേസ്റ്റ് ചെയ്യുന്നു, കഫ് ചെയ്യുന്നു, ജയിലിൽ പോകുന്ന ഒരു 10 മാസം. 10 മാസം. ഇല്ലെങ്കിൽ 20,000. ഏത് വേണോ? കയ്യിൽ എത്രയുള്ളു? ആകെ 5,000 ഉള്ളൂ. ആകെ 5,000 ഉള്ളൂ ആണോ? ഓക്കെ ബെല്ല കയ്യിലാകെ 5,000 ഉള്ളൂ ആണോ? പാവല്ലേ. ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ കയ്യിൽ എത്ര ഉള്ളൂ നോക്കട്ടെ. നമ്മള് ഇതെല്ലാം അതിന്റെ അപ്പുറം പഠിച്ചതാണ്. സാറൊന്ന് ഇതാക്കി നിന്നോട്ടോ. ശരിയാ 5,300 ഉള്ളു. എടുത്തു. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാകട്ടെ. ഞങ്ങള് നിങ്ങളെ ആക്ച്വലി ഹെൽപ്പ് ചെയ്യാണ്. ഇപ്പൊ നിങ്ങൾ ഫ്രീ ടു യൂസ് ആണ്, മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ ഫ്രീ ആയി. മറ്റേത് ജയിലിൽ പോണം, പോലീസിൽ പോണം, സ്റ്റേലിൽ പോണം. അല്ല 5,000 രൂപക്കൊന്നും കൊടുക്കണ്ട. പിന്നെ 20,000 രൂപയ്ക്ക് വന്നു കഴിഞ്ഞാൽ സിഗരറ്റ് ഇല്ലെങ്കിൽ തരണ്ട, കൊടുക്കണ്ട. നമുക്ക് പോവാം. സിഗരറ്റ് 20,000 രൂപയ്ക്ക് വന്ന സിഗരറ്റ് തരും. ഇല്ലെങ്കിൽ നേരെ പീഡിയ പോണം. അവിടെ ബാങ്കിലുണ്ടോ?
അല്ല സ്ട്രെസ് എപ്പോഴാ വരികയാണാവോ വണ്ടി ഓടിക്കുമ്പോ സ്ട്രെസ് ഒന്നും വരില്ല. ഞങ്ങളും വണ്ടി തന്നെ ഓടിക്കുന്നു. വണ്ടി ഓടിക്കുമ്പോ ഇച്ചിരി പച്ചവെള്ളം കുടിച്ചാൽ മതി, ആ സ്ട്രെസ് ഒക്കെ മാറിക്കോളും. അതെ അങ്ങനെ അസുഖമില്ല. അങ്ങനെ അസുഖം വരുമ്പോ നേരെ ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഒന്നും വേണം. അത് മതി അത് മതി മതി മതി. വേണേ 2 പച്ചവെള്ളം കൊടുത്തോളെ. വാ 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 വാ. അതെ സിഗാർ വെച്ചിട്ടുണ്ട്. ആ ഒരെണ്ണല്ലേ പേരാ. ഒരു ചെക്കന് സെറ്റ് ആക്കി തരട്ടെ? വേറെ എന്തെങ്കിലും വേണോ? സിഗരറ്റ് തന്ന് ഇത് പൈനക്കള വലിയ ശല്യമല്ലോ. പോയിക്ക. നമുക്കേ ഒരു കാര്യം ചെയ്യാം. മാക്രിക്കോട്ട് ഇവിടെ തൂക്കിക്കളെ, ജയിലിൽ കൊണ്ടുപോവാം. വാ. ഓക്കെ അഹങ്കാരം കൂടുതലാ. ഓക്കെ സിഗാറും എടുത്തിട്ടും പോരാ, ബാൻഡേജ് വേണമെന്ന് തൂക്കാം. കഫ് വാ, നമുക്ക് ഒരു 10 മാസം ജയിലിൽ കിടക്കാം. ഹലോ അടങ്ങി ഒതുങ്ങി വേഗം പോയിക്കോളാം കേട്ടല്ലോ. ഇതിന്റെ ബാൻഡേജ് ബാൻഡേജ് തന്നിട്ടുണ്ട്. ഇല്ല സാധനം ഞങ്ങള് തന്നിട്ടുണ്ട്. വണ്ടി എടുത്തായിരുന്നോ? വണ്ടി എടുത്ത് കൊടുക്കണോ? സാറേ സാറേ ബൈക്കിൽ നിന്ന് ഇറങ്ങാം. ഇവിടെ സിറ്റുവേഷനിലാണ് സാർ. കൈ പൊക്ക് സാറേ. സാറേ ബൈക്കിൽ നിന്ന് ഇറങ്ങും പറയുമ്പോ ഒരിക്കലും നടു റോഡില് സാറ് പറയണേ. ബൈക്കിൽ നിന്ന് ഇറങ്ങി പറയുമ്പോ ഒരിക്കലും നടു റോഡില് ബൈക്ക് നിർത്തരുത്. പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്യൂ. പണിക്ക് പോവാ സാറേ. ഇവിടെ ഒരു സസ്പീഷ്യസ് ആക്ടിവിറ്റി സാറിനെ കണ്ടോ? അപ്പൊ സാറിനെ സെർച്ച് ചെയ്യണം. ഇല്ലല്ലോ സാറേ. എന്നെ ആദ്യം ഒരു കട കുത്തു തുറന്നതിന് പിടിച്ചു. അതിന് എന്റെ ഫൈനും അടപ്പിച്ചു. എന്നെ കൊണ്ട് ഫൈനൊക്കെ മേടിച്ചായിരുന്നു സാറേ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയൊന്നും വണ്ടി നിർത്തിട്ടോ. നല്ല സാറിന്റെ പേരെന്ത് സാറേ? സാറിന്റെ പേരില്ല. ഞങ്ങള് ഷേഡോ ആണ് ഇപ്പൊ. പേര് പറയാൻ പാടില്ല. സാറേ 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 എന്നാലും ഞങ്ങളൊരു തെറ്റ് ചെയ്തല്ലേ. ഈ ഒരു പെൺകുട്ടിനെ സാറ് കൊണ്ടേക്കോ. കേറി കേറി ലിഫ്റ്റ് വരും. സാർ ഒന്ന് ലിഫ്റ്റ് കൊടുക്കണേ. ഇല്ല ഇല്ല നമ്പർ കൊടുക്കുന്നില്ല. ഞങ്ങൾ പോലീസാണ്. ശല്യം സമാധാനം. ഇങ്ങനെ പോയി ഉറപ്പിച്ചോളൂ. ഞമ്മക്കൊരു വണ്ടിയാണല്ലോ. നമ്മുടെ വണ്ടി ഇവിടെ, നമ്മുടെ വണ്ടി ഇവിടെയാണ്. ആ ഭാഗത്ത് എവിടെയാണ്? ഓ സമാധാനം. അതിനോട് പറഞ്ഞയച്ചു. പൊറോട്ട എടുക്കത്തില്ല. ഞാൻ അറിയാതെ കിട്ടാൻ വല്ല കുഴപ്പമുണ്ടോ? കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ നിങ്ങൾ രണ്ടുപേരും വന്ന് നിങ്ങൾ ആരെങ്കിലും കയ്യില് പിടിച്ചെടുത്ത സാധനങ്ങൾ എങ്ങാനുണ്ടോ? അല്ലല്ല ഐ മീൻ കുറ്റവാളികളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തൊണ്ടി മുതൽ കിട്ടിയ? ഓക്കെ സാറിന്റെ കയ്യില് എന്തോ ഇല്ലേ? ക്യാഷോ? ഡെലിവറി മണി. ഓക്കെ ഡെലിവറി മോൻ ഷിബു വരൂ. ആരേ സാർ? വരാൻ പറഞ്ഞില്ല സാറല്ലോ. അല്ല ഞാൻ പോയി. ഫോളോ
ഇതാണ് നമ്മുടെ എവിഡൻസ് റൂം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് സാധനം കിട്ടിയാലും ഇവിടെ കൊണ്ടുവരാ, ഇവിടെ വെക്കുക. ഓക്കേ. Oh my god. അതിൽ നിന്ന് ഒരു സാധനവും പുറത്തേക്ക് പോകാൻ പാടില്ല. ഓക്കെ, ഇവിടെ ഒന്നും കാണാനില്ല. ഇതെന്ത് കളിപ്പാട്ടങ്ങള്? അതൊരാള് നോക്കുന്നുണ്ടോ? എന്ത് കളിപ്പാട്ടങ്ങള്? അതായത് ചിലവന്മാര് ഷോപ്പ് കളിപ്പാട്ടം കൊച്ചു ഈ സ്ഥലം നൈസായിട്ട് കേറിയിട്ട് എല്ലാം അടിച്ചു മാറ്റണം. കളിപ്പാട്ടം വരെ അടിച്ചോന്ന് റോബർ. പൊന്നെ സാറി ഡെലിവറി മണി വെക്കുന്നുണ്ട്, ലോക്ക് പിക് സെറ്റ് വെക്കുന്നുണ്ട്. അതൊക്കെന്ന് വെച്ചാ അതൊക്കെ ഓർഡറിൽ ഇങ്ങോട്ട് ഇട്ടോ. ഓഫീസേഴ്സ് നിങ്ങളുടെ ജോലി നോക്കിയോളൂ. ഞാൻ ആയിക്കോട്ടെ. കോൾ ഇങ്ങനത്തെ റൂമിലെന്താ? എന്തെന്ത് അടിച്ചു മാറ്റാനാണോ? I think I thought so. അടിച്ചു മാറ്റാം. അയ്യോ ഇത് വർക്കാവുന്നില്ല. ഈ എടുക്കുന്നുണ്ടോ? പെട്ടെന്ന് മാറ്റ്. ഈ പുറത്ത് പോയി നോക്ക്. പുറത്ത് പോയി നോക്ക്. കൊറേ സാധനങ്ങളുണ്ട്. പത്ത് ഗോൾഡിന്റെ ചെയിനുണ്ട്, വേണോ? അത് ഞാൻ എടുത്തു എനിക്കുള്ള എടുക്കല്ലേ. ഞാൻ എടുത്തു. ഞാൻ ആദ്യം കണ്ടുപിടിച്ചു. എനിക്കും കൂടെ വല്ല എന്താണ് പുറത്ത് പോയി അത് പണിയെടുക്കണം. ഞാൻ തൂക്കില്ല, ഞാൻ ഒന്നും എടുത്തില്ല. നല്ല ബ്രാൻഡ് ഉണ്ട് എടുത്തത് കേട്ടോ. പിന്നെ വീട് അതൊന്നും വേണ്ട. ഡെലിവറി മണി കാശുള്ള കിടത്തത്. ഇവിടെ കുറെ കാശ് മാലയൊക്കെ ഇരിപ്പുണ്ട്. മാല ഫുൾ എടുത്ത്. ഈ പില്ലർ കോളർ പിസ്റ്റൾ ചെറുനാഴ്ച വരത്തില്ലേ? അവിടെ ആരെ വരുന്നത്? ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ ഞാനൊന്നും കണ്ടില്ലട്ടാ, ഞാനൊന്നും കേട്ടില്ലട്ടാ, എന്റെ കയ്യിൽ ഒന്നുമില്ല. ആരെ വിളിച്ചു? ഞാനൊന്നും കേട്ടിട്ടില്ല, ഞാനും ഒന്നും കണ്ടിട്ടില്ല. വാ നമുക്ക് അപ്പാർട്ട്മെന്റ്സ് പോയിട്ട് സാധനം. അല്ല നിന്റെ എന്റെ വേറെ വരിക. ആണോ? അപ്പൊ സെറ്റ്. ഞാൻ ചേച്ചില്ലെങ്കിൽ എന്റെ കട്ടെടുക്കും. ഗണ്ണ് സത്യല്ലേ? നോക്കട്ടെ. ചേട്ടാ എന്റെ അടുത്ത് വഞ്ഞു. പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് 10 കിലോ ഗോൾഡൊക്കെ. ചേട്ടാ കഞ്ചാവൊക്കെ ഇരുമ്പുണ്ട്, എടുക്കണോ? ഗോൾഡ് 10 കിലോന്റെ 6 എണ്ണം എടുത്ത് പൊക്കി. പൊളിയാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. ഞാനൊരു 5 മറ്റേ ഇതെടുത്ത് വിലങ്ങെടുത്ത് വെച്ചിട്ടുണ്ട്. കഫ് 5 അതിന്റെ അകത്തുണ്ട്. ഇനി എന്തേലും എടുക്കണോ? വല്ല ഷഡ്ഡി തോർത്ത് ഇനിയൊക്കെ ആവശ്യമുള്ള എടുക്കാന്നേ. നമ്മള് ഫുള്ള് കൈയിട്ട് വരും. ആര് പറയണ്ട. ഓക്കെ, ഇപ്പൊ എല്ലാരും നമ്മുടെ മെയിൻ പീരിയഡിലോട്ട് വരും. ഒരു സന്തോഷ വാർത്തയുണ്ട്. ഓൾ ട്രെയിനീസ് റിപ്പോർട്ട് ടു മെയിൻ പീഡി. പണിയാണ്. പൊന്നും തിന്റെ മര്യാദ ഒന്ന് ഓടിക്കോ. Come on.
സാർ എവിടെയാണ്? ഹലോ, ഓൺ ദ വേ ടു മാക്രൂഗോഡ് ആണ് ഡ്രൈവിംഗ്. സ്പീഡിലോട്ട് സ്പീഡിലോട്ട്. നോട്ട് ഫെയിൽ ആർ സോറി ഗൈസ്. ഉഫ് എന്റെ പൊന്നെ, ജിന്റെ റെക്കോർഡ് വെട്ടിപ്പോടാ. നമ്മുടെ തങ്കമണി പി പി എവിടെ? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് കാതിൽ കുളിർമയേകുന്ന ഒരു വാർത്തയാണ്. എന്റെ ബോംഗോ വണ്ടി ഇറക്കിയതാണോ? ഞാൻ ക്യാമറ കൺട്രോൾ ചെയ്തതിന്റെ ഓക്കെ, 10-3 ഞാൻ പറഞ്ഞേക്കൂ. എല്ലാരും കൂടി പറയില്ലേ? ആള് പറയട്ടെ. 10-3 കാര്യം പറഞ്ഞേക്കൂ. നിങ്ങൾ